ഇത്തവണ 2026 മാർച്ച് 27 വെള്ളിയാഴ്ച 6 മണിക്ക് കൃത്യം 6 മണിക്ക് പൂയ നക്ഷത്രം കന്നിരാശിയിൽ കൊടിയേറ്റം നടന്നു. കൊടിയേറ്റത്തിന് ശേഷം ശ്രീ സുന്ദരേശ്വര ക്ഷേത്ര മഹിളാ ഭജന സംഘത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം കക്കാട് തുളിച്ചേരി ഉത്സവ കമ്മിറ്റി പരിപാടികൾ, 8:30 ഐഡിയ സ്റ്റാർ സിംഗർ അഷിമ മനോജ് ലൈവ് ഷോ, തുടർന്ന് ആചാര വെടിക്കെട്ട്. ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസമായ കൊടിയേറ്റത്തിന് ശേഷമുള്ള പരിപാടികൾ. ഇനി 6 ദിവസങ്ങൾ ഇനിയും ഉണ്ട്. വിവിധ തരം പരിപാടികളാണ് അടുത്ത 6 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ദിവസത്തെ പരിപാടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഉത്സവത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. കണ്ണൂരിലുള്ള ഒരുവിധം ആളുകളൊക്കെ ഈ തളാപ്പ് ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെ കൂടാതെ താഴെ വയലിൽ പലതരം ഗെയിമുകളും, പിന്നെ കുട്ടികൾക്കുള്ള ഐസ്ക്രീമും, പിന്നെ ബജ്ജി, അങ്ങനെ തുടങ്ങി കുറച്ച് ഭക്ഷണവും ഒക്കെ ഉണ്ട്. കൊടിയേറ്റത്തിന് ശേഷമുള്ള എല്ലാ പരിപാടിയും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൊടിയേറ്റം അരങ്ങേറി വളരെ ഹൈറ്റിലാണ് ഈ പതാക എങ്ങനെ കാറ്റിൽ പറന്ന് നടക്കുന്നത് കാണാം. വാദ്യമേളങ്ങളോടുകൂടിയ ഈ പ്രദക്ഷിണത്തിൽ കണ്ണൂരിലെ സാംസ്കാരിക നായകന്മാരും പങ്കെടുത്തു. ഇതൊക്കെ കഴിയുമ്പോൾ താഴെ ഭക്തന്മാർക്കുള്ള ഭക്ഷണം റെഡി. അപ്പോൾ അവിടെ ഒരു വലിയ ക്യൂ തന്നെ കാണാം. അപ്പോൾ ഞാൻ മറ്റുള്ള ചില വിശേഷങ്ങളുമായി ഉടനെ വരുന്നതാണ്.